എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമിയുടെ ഈ വർഷത്തെ സാഹിത്യോത്സവത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഈ സെഷന് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ തീരുമാനിച്ചിരിക്കുന്നത് മലയാള പുസ്തക ചരിത്രം എന്ന പുസ്തകത്തെ ഊന്നി സംസാരിക്കാനാണ്. ശ്രീകുമാർ മാഷാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. പുസ്തകം ഏത് നിലയിലാണ് മലയാളത്തിൻ്റെ സാഹിത്യത്തിലും വൈജ്ഞാനിക ചരിത്രത്തിലും ഇടം പിടിക്കുന്നത്, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെയുള്ള ഏറ്റവും ക്രക്സായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാഷ് ആ പുസ്തകം ആലോചിക്കുന്ന വിഷയങ്ങളെ നമുക്ക് മുന്നിൽ വളരെ ലളിതമായി പരിചയപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മലയാള പുസ്തക ചരിത്രം എന്ന പുസ്തകം 2 നൂറ്റാണ്ട് പിന്നിട്ട മലയാള പുസ്തകങ്ങളുടെയും പ്രസാധനത്തിൻ്റെയും ചില സന്ദർഭങ്ങളെ വിശദീകരിക്കുന്ന 18 ലേഖനങ്ങളടങ്ങിയ ഒരു പുസ്തകമാണ്. ബുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വൈജ്ഞാനികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സങ്കല്പന ഉപയോഗിച്ചിട്ടാണ് ഈ ലേഖനങ്ങളെല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു പ്രധാനമായിപ്പെട്ട ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ബുക്ക് ഹിസ്റ്ററി, ബുക്ക് ഹിസ്റ്ററി സംസ്കാര പഠനവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് വളരെ ലളിതമായിട്ട് അതിനെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഏതാണ്ട് ഒരു 50 വർഷക്കാലമായിട്ടുള്ള യൂറോപ്പിൻ്റെ ബൗദ്ധിക ചിന്തകളിലൊക്കെ ഈ ബുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ വന്നിട്ട്, ബുക്ക് ഹിസ്റ്ററി റീഡർ എന്ന് പറയുന്ന പുസ്തകം വന്നതിന് ശേഷം മാത്രമാണ് ഈ ബുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക ശാഖ യൂറോപ്പിൽ വികസിച്ച് വന്നു തുടങ്ങിയിട്ടുള്ളൂ. എന്താണ് ബുക്ക് ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുക്കുകളെ സാംസ്കാരികമായി അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഉൽപ്പന്നം എന്ന നിലയിൽ പുസ്തകങ്ങളെ വിശദീകരിക്കുന്ന വൈജ്ഞാനിക ശാഖ എന്ന് തന്നെ ഉത്തരം നമുക്ക് നൽകേണ്ടി വരും. 1974 NV കൃഷ്ണവാര്യർ പുസ്തകങ്ങൾ എന്ന പേരിലൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത പുസ്തകങ്ങൾ നിർമ്മിച്ച് നൽകുന്ന അനുഭവ ലോകങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതിന് ഉത്തരം NV കണ്ടെത്തുന്നത് വിജ്ഞാനം, വിനോദം, ആനന്ദം എന്നിവ പ്രദാനം ചെയ്യുന്ന പാരായണ രൂപങ്ങളാണ് പുസ്തകം എന്നാണ് NV കണ്ടെത്തുന്നത്. പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം എന്ന വരികളിലാണ് ഈ NV കൃഷ്ണവാര്യർ ഈ കവിത അവസാനിപ്പിക്കുന്നത്. നിശ്ചയമായിട്ടും ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്ക് പുസ്തകം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ഉൽപ്പന്നത്തിന് ഇപ്പം നൽകാൻ പറ്റില്ല. കാരണം പുസ്തകം നിരവധിയായിട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിനിമയ ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു രൂപമാണ്. അത് മതപരമാവാം, വംശീയമാവാം, ലിംഗപരമാവാം, മാധ്യമപരമാവാം. അങ്ങനെ എല്ലാ ശാഖകളുമായിട്ട് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് പുസ്തകം എന്നുള്ളത്. ഇപ്പോൾ മലയാള പുസ്തകങ്ങളെ നമ്മൾ അങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്. മലയാള പുസ്തകങ്ങളെ കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് അന്വേഷിക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമേ ഈ പുസ്തകത്തെ കാണേണ്ടതുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും കുറേയധികം തുടരന്വേഷണങ്ങളും തുടർ ഗവേഷണങ്ങളൊക്കെ ഈ മേഖലയിൽ വരേണ്ടതുണ്ട്. അതിനുള്ള ഒരു തുറവി എന്നുള്ള രീതിയിൽ മാത്രമേ ഈ പുസ്തകത്തെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഈ പുസ്തകത്തിൽ ഒരുപാട് പ്രയത്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രസാധകർ നടത്തിയിട്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, അത് വിൽപ്പനയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രസാധകർ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ, അത് പലപ്പോഴും യാത്രകളായിട്ടാണ് അത്തരം പ്രയത്നങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ യാത്രകൾ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഈ പുസ്തകവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്നത്? അത് പ്രസാധകർ നടത്തിയ യാത്രകൾ എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഒരു അറിവന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാഷ് നടത്തിയ യാത്രകളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അനുഭവം ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുമോ? അനുശ്രീ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഈ പ്രസാധകർ നടത്തിയ ഒരു വലിയൊരു യാത്രയിലൂടെയാണ് ഒരുപക്ഷെ കേരളത്തിലൊരു വലിയ പുസ്തക സംസ്കാരം രൂപപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നവോത്ഥാനത്തെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ പുസ്തകങ്ങൾ വലിയ റോള് വഹിച്ചിട്ടുണ്ട്. ആ നവോത്ഥാനത്തെ രൂപപ്പെടുത്തിയതിൽ ആ നവോത്ഥാന കാലത്തെ പ്രസാധകർ വഹിച്ച ചില യാത്രകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യത്തെ നാട്ടുപ്രസാധകനായ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ
നടത്തിയൊരു യാത്രയുണ്ട്. ആ യാത്ര എന്ന് പറഞ്ഞാൽ ഈ CMS മിഷണറിമാർ അച്ചുകൂടം കോട്ടയത്ത് സ്ഥാപിക്കുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി മാത്രം ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ നടത്തുന്ന ഒരു യാത്രയുണ്ട്. അത് നമുക്ക് പുസ്തകചരിത്രത്തിൻ്റെ യാത്രകളിലേക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ, കാരണം അവിടെ ചെല്ലുമ്പോൾ CMSകാർ ചവറ കുര്യാക്കോസ് അച്ഛനെ അത് കാണാൻ അനുവദിക്കാതിരിക്കുകയും പിന്നീട് ഈ കേൾവിയിലൂടെ ധാരാളം ആളുകൾ പറഞ്ഞ കേൾവിയിലൂടെ അദ്ദേഹം വാഴത്തടയിൽ ഒരു അച്ചടിയുടെ അല്ലെങ്കിൽ അച്ചടി യന്ത്രത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്ത് അത് പിന്നീട് അദ്ദേഹം അച്ചുകൂടമായിട്ട് രൂപപ്പെടുത്തിയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലൂടെയാണ് ഒരു പക്ഷേ ഒരു പുതിയ സാങ്കേതിക രൂപത്തെ കണ്ടെത്താൻ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പോലുള്ള ഒരാൾക്ക് കഴിഞ്ഞതെങ്കിൽ, കുറച്ചുകൂടെ കഴിഞ്ഞുമ്പോൾ ST റെഡിയാർ എന്ന് പറയുന്ന ഒരു പ്രസാധകനുണ്ട്, എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നവോത്ഥാനത്തെ രൂപപ്പെടുത്തിയ ഒരു പ്രസാധകനാണ് ST റെഡിയാർ. ഈ ST റെഡിയാർ സമൂഹപുരം എന്ന് പറയുന്ന തിരുനെൽവേലിയിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം ആദ്യകാലത്ത് തലച്ചുമടായിട്ടൊക്കെ പാത്രങ്ങളൊക്കെ വിറ്റ് തിരുവാങ്കൂറിൻ്റെ പല സ്ഥലങ്ങളിലും വിറ്റ് നടന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പം ഈ പാത്രക്കച്ചവടത്തിൽ നിന്നും വലിയ സമ്പത്തൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ ആ കാലത്ത് പറ്റിയിരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ, മലയാളിയല്ല എന്ന് ആലോചിക്കണം, ST റെഡിയാരോട് പറയുന്നത് പുസ്തകം എന്നുള്ളൊരു രൂപം വന്നിട്ടുണ്ട്, തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ധാരാളം അച്ചടിച്ച് വരുന്നുണ്ട്, നിങ്ങളുടെ യാത്രകളിലെ നിങ്ങളുടെ തലച്ചുമടിലെ പുസ്തകങ്ങൾ കൂടി കരുതി വയ്ക്കൂ, അത് വിൽപ്പന നടത്തിയാൽ കുറച്ചുകൂടെ ലാഭം കിട്ടും എന്ന് പറഞ്ഞ് ST റെഡിയാർ എന്ന് പറയുന്ന ST റെഡിയാർ എന്ന് പറയുന്ന ഈ പാത്ര വിൽപ്പനക്കാരൻ തൃശ്ശൂരിലേക്ക് നടത്തുന്നൊരു യാത്രയുണ്ട്. അവിടെ നിന്ന് കുറേ പുസ്തകങ്ങൾ കളക്ട് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് തിരുവാങ്കൂറിൻ്റെ കൊല്ലം പ്രദേശങ്ങളിലും ഒക്കെ വന്ന് തൻ്റെ തലച്ചുമടിലെ പുസ്തകങ്ങൾ കൂടി കൊണ്ടു നടന്ന് ഓരോ വീട്ടിലും കൊണ്ടുവന്ന് എത്തിച്ച് അത് വിൽപ്പന രീതി തന്നെ വളരെ പ്രത്യേകതയാണ്. അദ്ദേഹം മനോഹരമായിട്ട് പാടുന്ന ഒരാളാണ്, മലയാളി അല്ലാത്ത ഒരാളാണെന്ന് ആലോചിക്കണം. പഴയകാല പുസ്തകങ്ങളുടെ പ്രസാധകരുടെ ജീവിതത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ അദ്ദേഹം പഴയകാല നമ്മുടെ ക്ലാസിക് ഗ്രന്ഥങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ച് പാടി ഇതാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് വായനക്കാരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് അത് വിൽക്കുന്ന ഒരു തന്ത്രമായിരുന്നു ST റെഡിയാർ എന്ന് പറയുന്ന പ്രസാധകൻ നടത്തിയിരുന്നത്. അത് നവോത്ഥാനത്തിൻ്റെ ഒരു വലിയൊരു യാത്രയാണ്. ST റെഡിയാരാണ് പിന്നീട് ഒരു പക്ഷേ നമ്മുടെ സംരംഭകത്വം എന്ന് പറയുന്ന രൂപം, ആധുനികതയുടെ സംരംഭകത്തിൻ്റെ ആദ്യത്തെ ആള് ST റെഡിയാരായിരുന്നു. ആദ്യത്തെ നമുക്ക് വേണമെങ്കിൽ വലിയ പൈസ ഉണ്ടാക്കിയ ഇന്നത്തെ പ്രസാധകരെക്കാൾ കൂടുതൽ ഒരു പൈസ ഉണ്ടാക്കിയ ഒരു മനുഷ്യനായി നമുക്ക് വേണമെങ്കിൽ കാണാം. മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, പൈസയുടെ ഒരു ഇതിലല്ല. പിന്നീട് ST റെഡിയാർ വലിയൊരു പ്രസാധകനായിട്ട് മാറുന്നു. വേറെ ഒരു യാത്രയുടെ കഥ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ കൂടി ഞാൻ പറയാം. ST റെഡിയാർ വിദ്യാഭിവർദ്ധിനി എന്ന് പറയുന്നൊരു അച്ചുകൂടം തുടങ്ങുന്നു. ധാരാളം പുസ്തകങ്ങൾ അതിലൂടെ അച്ചടിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അച്ചുകൂടത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അദ്ദേഹം ഒരു മണിമാളിക 8 നില കെട്ടിടം ഉണ്ടാക്കുന്നുണ്ട്. ആ 8 നില കെട്ടിടത്തിലേക്ക് എന്നും നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ST റെഡിയാറിനുണ്ടാകുന്നു. അദ്ദേഹം വിചാരിക്കുന്നു തൻ്റെ അച്ചുകൂടവും മണിമാളികയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു പാലമുണ്ടാക്കുക എന്നുള്ള ഒരു ആലോചിച്ച്, പഴയകാല ഒരു 100-150 വർഷം മുമ്പത്തെ ഒരു പ്രസാധകൻ സ്വന്തം അച്ചുകൂടത്തിലേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ടാക്കുന്നു. ആ പാലത്തിലൂടെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ഈ പുസ്തക പ്രസാധന കേന്ദ്രത്തിലേക്ക് പോയിരുന്നു എന്നാണ് ചരിത്രം. അത് ബ്രിട്ടീഷുകാരെ കൊണ്ടാണ് ആ പാലുണ്ടാക്കണേന്ന് ആലോചിക്കുക. കേരളത്തിലെ മലയാള പുസ്തകങ്ങൾ മാത്രം വിറ്റ ഒരു പ്രസാധകൻ, നവോത്ഥാന പ്രസാധകൻ്റെ ഒരു സാമ്പത്തിക ശേഷി ആയിരുന്നു അത്. അപ്പോൾ അത്രമാത്രം ശക്തമായിരുന്നു നമ്മുടെ വായന എന്നുള്ളത്. ഇതിൻ്റെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് പറയുകയാണെങ്കിൽ ഈ ST റെഡിയാർ മരിച്ച് മുത്തുസ്വാമി റെഡിയാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് ഈ അച്ചുകൂടത്തിൻ്റെ ഉടമസ്ഥനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹവും ഈ പാലത്തിൻ്റെ മുകളിലൂടെ എല്ലാ ദിവസവും സഞ്ചരിക്കുന്ന സമയത്ത് CP രാമസ്വാമി അയ്യർ ഈ പാലത്തിൻ്റെ അടിയിലൂടെ നടന്നു വരികയും കാറിൽ വരികയും മുകളിലൂടെ പോകുന്ന ഈ മനുഷ്യനെ കണ്ട് CP അപ്പോൾ തന്നെ ഒരു ഓർഡർ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പാലം പൊളിച്ചു കളയാൻ ഒരു ഓർഡർ കൊടുത്തു. അങ്ങനെ പാലം പൊളിച്ചു എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ യാത്രകൾ, ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഫേസ് ആണെങ്കിൽ മൂന്നാമത്തേലേക്ക് വരുമ്പോൾ നമ്മൾ വള്ളത്തോളിൻ്റെ യാത്രകൾ, വള്ളത്തോൾ പുസ്തകം വിൽക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ മാത്രമല്ല
മലയാളികൾ ഉള്ളിടത്തെല്ലാം വള്ളത്തോൾ പുസ്തകത്തിന് ചെന്നിട്ടുണ്ട്. അപ്പോൾ പ്രസാധനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിൽപ്പനാ സാധ്യതകളെ തിരിച്ചറിഞ്ഞ ഒരു പ്രസാധകരുടെ ചരിത്രം നമുക്കിതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കിട്ടും. അത് യാത്രകളുടെ ചരിത്രമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ സഞ്ചരിച്ച വഴികളിലൂടെയാണ് കേരളം എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്ന ഒരു രൂപപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളത്തിൻ്റെ ഒരു പ്രസാധന ചരിത്രത്തിൽ വലിയ ഇടപെടൽ നടത്തിയ 1-2 പത്രസ്ഥാപനങ്ങളുണ്ട്. അതായത് ഈ നിലയ്ക്കുള്ള സ്വകാര്യ പ്രസാധകർ എന്നുള്ള നിലയ്ക്ക് മാറിയിട്ട് പത്രസ്ഥാപനങ്ങൾ തന്നെ സ്വയം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നൊരു അവസ്ഥയിലേക്കൊരു ഘട്ടത്തിലെത്തുന്നുണ്ട്. ഈ പത്രസ്ഥാപനങ്ങൾ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളാവുന്നതോടുകൂടി ഈ പുസ്തക വിൽപ്പനയും വായനയും അതിന് വന്നിട്ടുള്ളൊരു വേഗത ഏത് നിലയ്ക്കാണ് എന്ന് കാണാൻ പറ്റുമോ? ഇതിപ്പോൾ ഇവർക്ക് പുസ്തകം കിട്ടാനുള്ളൊരു ശേഷി കൂടുകയും ആൾക്കാരിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ശേഷി കൂടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, ഇവിടെ നമ്മൾ കാണേണ്ട ഈ നവോത്ഥാനത്തിൻ്റെ സംരംഭകത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മളിത് ആലോചിക്കേണ്ടത്. ഇപ്പോൾ കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്ന് പറയുന്ന ആൾ മനോരമ തുടങ്ങുന്നു. മനോരമ തുടങ്ങിയ ഒപ്പം തന്നെ മനോരമ പബ്ലിക്കേഷൻസും ബുക്ക് ഡിപ്പോവും അവർ തുടങ്ങുന്നുണ്ട്. ട്രാൻസ്ലേഷനുകൾ ധാരാളം വരുന്നുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ തന്നെ കൃതികൾ അവിടെ അച്ചടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പത്രസ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള പോലെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ ആ പുസ്തകത്തിന് കിട്ടുന്ന ഒരു ആധികാരികതയുണ്ട്. ആ ആധികാരികതയിലാണ് ആ സമയത്ത് മനോരമ എന്ന് പറയുന്ന ഒരു പ്രസാധക സ്ഥാപനം നിന്നത്. എൻ്റർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ. ദേശീയ പ്രസ്ഥാനവുമായിട്ടാണ് മാതൃഭൂമി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പത്രം അച്ചടിച്ച് അതേ വർഷം തന്നെ പുസ്തകം ഇറക്കിയിട്ടുണ്ടെന്നാണ് മാതൃഭൂമിയുടെ ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശീയതയിൽ ഇടപെട്ട ആളുകളുടെ പുസ്തകങ്ങളുടെ വിവർത്തന ഗ്രന്ഥങ്ങളായിരുന്നു മാതൃഭൂമി അയച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഗാന്ധിയുടെ ആത്മകഥയൊക്കെ ആദ്യമായിട്ട് മനോരമയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഖണ്ഡശ മനോരമയിലാണ് ഗാന്ധിയുടെ ആത്മകഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ പുസ്തക രൂപത്തിൽ ആദ്യം പൂർണ്ണമായിട്ട് വരുന്നത് മാതൃഭൂമിയിലാണ്. അപ്പോൾ ഒരു പത്രസ്ഥാപനത്തിന് അങ്ങനെ ഒരു ഇപ്പോൾ ഇവർ കോമ്പീറ്റ് ചെയ്തത് നിശ്ചയമായിട്ട് എസ് ടി റെഡിയാർ എന്ന് പറയുന്ന ഒരു പ്രസാധകനെയാണ്. ഇപ്പുറത്ത് ആ കാലഘട്ടത്ത് ശക്തമായിട്ട് നിന്നത് വിദ്യാവിവർദ്ധിനി എന്ന് പറയുന്ന പ്രസാധക സ്ഥാപനം തന്നെയാണ്. പക്ഷേ 2-3 പേരുടെയും പോളിസികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ പോളിസികളിലെ വ്യത്യാസങ്ങൾ നമുക്ക് പുതിയ തരത്തിലുള്ള ഒരു പുസ്തക സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണങ്ങളിൽ, ചെറിയ അന്വേഷണങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാതൃഭൂമിയുടെ പുസ്തക സംസ്കാരം അല്ല മനോരമയുടേത്. മനോരമയിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റാണ് വിദ്യാവിവർദ്ധിനി എന്ന് പറയുന്ന പ്രസാധക സ്ഥാപനം. മാഷി നേരത്തെ വള്ളത്തോളിൻ്റെ യാത്രകളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇതേ സന്ദർഭത്തിൽ തന്നെ കുമാരനാശാനും നിലയ്ക്ക് പ്രസാധന രംഗത്തേക്കൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നുള്ള നിലയ്ക്കൊരു കവി മലയാളത്തിൽ അടയാളപ്പെടുന്ന ആദ്യത്തെ ആൾ ആശാനാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് ഈ ആലുവയിലൊരു ഓട്ട് കമ്പനി സ്ഥാപിക്കുന്നു, അതിനുശേഷം പ്രസാധനത്തിലേക്ക് വരുന്നു. ഇങ്ങനെ കുറേ നിലയ്ക്കുള്ള ഇടപെടലുകൾ ആശാൻ നടത്തുന്നുണ്ട്. അതിനുശേഷം SPCSൻ്റെ സ്ഥാപനത്തോടുകൂടിയാണ് മലയാളത്തിലെ എഴുത്തുകാർക്കൊരു സംഘടന ഉണ്ടാവുകയും അവർ പ്രസാധനത്തിലേക്ക് പിന്നീട് കടക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കാലത്തിനിടയ്ക്ക്. അപ്പം അത്തരത്തിലുള്ളൊരു ഗ്യാപ്പ് മലയാളി എന്ന ഒരു ഐഡൻറ്റിറ്റിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാലമായിരുന്നു. മലയാള പ്രസാധനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ എഴുത്തുകാർക്കും പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ ഈ ഒരു കാലഘട്ടത്തിന് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംക്രമണം നടക്കാനുള്ള സാധ്യത എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് ഇത് പുരോഗമിക്കാനുള്ളൊരു ശേഷി. ഇതിൽ 2 തരത്തിൽ ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കാം. ഒന്ന്, ഈ SPCS എന്ന് പറയുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ രൂപീകരണ ഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഒരു ചോദ്യം. അപ്പോൾ അതിനു മുമ്പ് ഈ മുക്കോത്ത് കുമാരൻ എന്ന് പറയുന്ന നമ്മുടെ നവോത്ഥാന സന്ദർഭത്തിലൊക്കെ എഴുതിയ വ്യക്തിത്വങ്ങളിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മുക്കോത്ത് കുമാരൻ പറയുന്നുണ്ട്, ഈ പ്രസാധകരൊക്കെ ചോര കുടിയന്മാരാണ്, എഴുത്തുകാരുടെ ചോര കുടിച്ചിട്ടാണ് പ്രസാധകർ ജീവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ കോണ്ടക്സ്റ്റ് 1910 തുടങ്ങിയിട്ട് 1930 വരെയുള്ള മലയാളത്തിലെ പ്രസാധകർക്ക് കൃത്യമായിട്ട് ചേരുന്നതാണ്. ഇപ്പോൾ അനശ്വർ പറഞ്ഞ മാതിരി കുമാരനാശാൻ
രാമൻ മേനോൻ എന്ന് പറയുന്ന ഒരു പ്രസാധകനെ എതിർത്തുകൊണ്ടാണ് സ്വന്തം പുസ്തകങ്ങൾ അദ്ദേഹം ഇറക്കുന്നത്. കാരണം അർഹമായിട്ടുള്ള റോയൽറ്റി കിട്ടാത്തത് കൊണ്ട്, ഈ രാമൻ മേനോൻ എന്ന് പറയുന്ന പ്രസാധകനിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്വന്തമായിട്ട് ശാരദാ ബുക്ക് ഡിപ്പോ തുടങ്ങുന്നത്. പക്ഷേ വള്ളത്തോളിനെ പോലെ ഒരു വലിയ രീതിയിൽ വിജയിച്ച ഒരു പ്രസാധകനല്ല കുമാരനാശൻ. കുമാരനാശൻ തന്നെ പറയും, എൻ്റെ ഭാനുമതിയുടെ അലമാരയിൽ വയ്ക്കാനാവുന്ന പുസ്തകങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് കുമാരനാശൻ തന്നെ ഡയറിയിൽ എഴുതി വെച്ച ഒരു വരി ഉണ്ട് എന്നാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ പറയുന്നത്. ഇവിടെ SPCസിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് SPCs രൂപീകരിക്കേണ്ട ഘട്ടം വന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ എഴുത്തുകാരുടെ മേലുള്ളൊരു ചൂഷണമുണ്ട്, പ്രസാധകരുടെ ചൂഷണം. എഴുത്തിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മൂലധനം കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുത്തുകാർ സ്വയം സംഘടിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് വരികയും അങ്ങനെ SPCS എന്ന് പറയുന്ന ഒരു സഹകരണ പ്രസ്ഥാനം മലയാളത്തിൽ വരികയും ചെയ്തു. അതൊരു പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ ഒരു ചരിത്രമുണ്ട്, അതുണ്ടാക്കിയ ഒരു പുസ്തക സംസ്കാരത്തിൻ്റെ ചരിത്രമുണ്ട്, അതുണ്ടാക്കിയ ഒരു വിവർത്തന സംസ്കാരത്തിൻ്റെ ചരിത്രമുണ്ട്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനുള്ള ചുരുങ്ങിയ സമയം നമ്മുടെ മുമ്പിലുള്ളൂ. പക്ഷേ ഒന്ന് ഉറപ്പാണ്, മലയാളത്തിന് ഒരു വ്യത്യസ്ത സാഹിത്യ അഭിരുചി ഉണ്ടാക്കിയതിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന സ്ഥാപനത്തിന് വലിയ റോളുണ്ട്. ഒപ്പം തന്നെ പ്രസാധകന് പകരം എഴുത്തുകാരൻ എന്നൊരു പദവി വരുന്നുണ്ട്, ഒരു പദവി മൂല്യം. എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു പദവി മൂല്യം നമുക്ക് നിശ്ചയമായിട്ട് പറയാൻ പറ്റുക ആശാനോട് കൂടിയിട്ടാണ്. അവിടെയാണ് ഒരു എഴുത്തുകാരൻ രൂപപ്പെടുന്നത്. ആ എഴുത്തുകാരൻ്റെ ഒരു വലിയ ശക്തിയായിട്ട് വരുന്നത്, അയാൾക്കൊരു വലിയ തരത്തിൽ ഊർജ്ജ കേന്ദ്രമായിട്ട് വരുന്നത് ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ്. ഒപ്പം മംഗളോദയം എന്ന് പറയുന്ന ഒരു പ്രസാദ സ്ഥാപനത്തെയും നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ചങ്ങമ്പുഴയുടെയൊക്കെ എല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് മംഗളോദയമാണ്. ഒരുപക്ഷെ മലയാളത്തിലേക്ക് ഒരു പോപ്പുലറായിട്ടുള്ള വായന മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് മംഗളോദയമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പാവങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും ഈ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഇതിൽ ഇത്തരം പ്രസാധകർക്ക്, നവോത്ഥാനത്തിൻ്റെ പുസ്തക സംസ്കാരത്തെ രൂപപ്പെടുത്തിൽ ഇത്തരം പ്രസാധകർക്ക് വലിയ റോൾ തന്നെയാണ് എന്നാണ് നമുക്ക് നമ്മുടെ ചെറിയ അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായിട്ട് വരുന്നതും കേട്ടോ. നമ്മുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായിട്ട് ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മാതൃഭൂമി നടത്തുന്നൊരു ബുക്ക് ഫെസ്റ്റിവലാണ്. ഈ ഒരു ചോദ്യം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൻ്റെ ഒരു ഭാവുകത്വത്തെ നിയന്ത്രിക്കുന്നതിലും നിർമ്മിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും മാതൃഭൂമിയോ അതുപോലെയുള്ള വലിയ പ്രസാധക ശാലകളെക്കാൾ സമാന്തര പ്രസാധകർ ഏത് നിലയിലാണ് ഇടപെട്ടത് എന്നുള്ളത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അനുശ്രീ പറഞ്ഞത് വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ഈ സമാന്തര പ്രസാധനത്തിൻ്റെ ധാര നമ്മൾ ഒരിക്കലും വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന, പക്ഷേ നമ്മളെപ്പോഴും ഷെൽവി എന്ന് പറയുന്ന ഒരു പ്രസാധകനെ മാത്രം മുൻനിർത്തിയിട്ടാണ് സംസാരിക്കുകയുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ പ്രാദേശികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നിരവധി പ്രസാധകർ വന്ന് ആ കാലത്തുണ്ടായിരുന്നു. ഇവരാണ് മലയാളത്തിലേക്ക് ഒരു പുതിയ ഭാവുകത്വത്തെ, അത് നോവലിലായാലും കഥയിലായാലും ഒരു ഭാവുകത്വത്തെ കൊണ്ടുവന്നത് ഇവരാണെന്ന് തന്നെ പറയാം. ഇവർ നടത്തിയ വിവർത്തന ശ്രമങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ 1975 ശേഷം വരുന്ന ഒരു സമാന്തര പ്രസാധനത്തിൻ്റെ ധാരയാണ് മലയാളത്തിൻ്റെ ഒരു പുസ്തക സംസ്കാരത്തെ അല്ലെങ്കിൽ ഭാവുകത്വത്തേക്ക് നിർണയിച്ച ഒരു പ്രധാന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെയാണ് പിന്നീട് ഇപ്പോൾ DC ബുക്സ് പോലെയുള്ള, ഞാൻ പേരെടുത്ത് പറയാമല്ല, DC ബുക്സ് പോലെയുള്ള പ്രസാധകർ പിൻപറ്റിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്ര ശക്തമായിരുന്നു ഈ സമാന്തര പ്രസാധകരുടെ ധാര. 1-2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് ഒരു പക്ഷേ പ്രസാധന സംരംഭത്തിൽ നിന്നൊക്കെ അവർ പിൻവാങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ അവർ ഇറക്കിയ പുസ്തകങ്ങൾ ഇപ്പോഴും നമ്മുടെ പുസ്തക പ്രസാധന ചരിത്രത്തിലെ നാഴികക്കല്ല് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നു. തുടർ ഗവേഷകരും അതിലേക്ക് ഇടപെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് വിടവുകളുണ്ട് പുസ്തകത്തിന്. അതൊന്ന്, പ്രസാധന രംഗത്തേക്ക് വന്ന ആളുകൾ ഏത് തരത്തിൽപ്പെട്ടവരായിരുന്നു, ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നു, ഏതൊക്കെ ഐഡൻറ്റിറ്റികളിൽ ഉണ്ടായിരുന്നവരായിരുന്നു, സ്ത്രീകൾ എന്തുകൊണ്ട് നമുക്ക് അത്ര ശക്തമായി കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത്
വിടവായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്തരത്തിലുള്ള ഒരു ആലോചനകൾ ഇതിന് തുടർ ചർച്ചകൾക്ക് സാധ്യതയുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ആ നിലയ്ക്ക് ആലോചിച്ചിട്ടുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു അന്വേഷണ സാധ്യത എന്നൊക്കെ ഉള്ളത്. ഇപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് ഒരു പാട്രിയാർക്കലായ സൊസൈറ്റി ആയതുകൊണ്ട് സ്ത്രീകളെ നമുക്കവിടെ കാണാൻ പറ്റില്ല, ജാതി മേധാവിത്വം ഉണ്ടായിരുന്നൊരു സൊസൈറ്റി ആയതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണ്. എങ്കിലും വിപണന സാധ്യത ഉള്ള ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വിപണിയെ അങ്ങനെ മാത്രമായി ചുരുക്കി കെട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, അനിശ്ചിത പറഞ്ഞ ചോദ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഇതുണ്ട്. കാരണം നമുക്ക് ഒന്ന് ഈ 200 വർഷത്തിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ആ 200 വർഷത്തിലെ ചില സന്ദർഭങ്ങളെ മാത്രം എടുത്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു സമഗ്രത എന്ന് പറയുന്ന വാക്ക് തന്നെ അർത്ഥശൂന്യമാണ്. പക്ഷേ ഒരു പൂർണ്ണ ചരിത്രത്തിലേക്ക് അത് എത്തില്ല. മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ അനിശ്ചിത ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ മലയാള ഗ്രന്ഥസൂചി എന്ന് പറയുന്ന KM ഗോവി എഴുതിയ മലയാള ഗ്രന്ഥങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇറക്കിയ മലയാളത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും ചരിത്രം പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥസൂചി. ഈ ഗ്രന്ഥസൂചിയിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പുസ്തക സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് വിശദീകരണങ്ങൾ കിട്ടും അതിൻ്റെ ഉള്ളിൽ. ഏത് തരത്തിലുള്ള ആളുകളാണ് പുസ്തകം ഇറക്കിയത്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വന്നത്, ഏത് വർഷങ്ങളിലാണ് പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വന്നത്, ഇതൊക്കെ ഒരു നമ്മുടെ വായനാ സംസ്കാരത്തിൻ്റെ ഒരു വളർച്ചയും അല്ലെങ്കിൽ പുസ്തകം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ഉൽപ്പന്നത്തോട് മലയാളി കാണിച്ച ഒരു ആഭിമുഖ്യത്തെയും എടുത്തു കാണിക്കുന്നതാണ് ഈ മലയാള ഗ്രന്ഥസൂചിയിലെ ചില പരാമർശങ്ങൾ. നിശ്ചയമായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ത്രീകളുടെ പുസ്തകങ്ങളെ നമുക്ക് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് എണ്ണി നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഞാനങ്ങനെ ശ്രമിച്ചിട്ടില്ല. വരും ഗവേഷകർക്ക് വേണമെങ്കിൽ അത് നോക്കാം. എന്തുകൊണ്ട് ഈ ആബ്സെൻസ് എന്നുള്ളതിനെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വിടവായി കാണുന്നില്ല. പക്ഷേ സ്ത്രീകൾ അതിന് ഒപ്പം വായിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് പുസ്തക രൂപത്തിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. പുസ്തകം പ്രസാധകൻ്റെ റോള് അതിനുള്ളൊരു വളരെ പ്രധാനപ്പെട്ട റോളാണ്. ഒരു പക്ഷേ ഒരു 80കൾക്ക് ശേഷമായിരിക്കാം സ്ത്രീ എഴുത്തുകാർ കൂടുതലായിട്ട്. ഇപ്പോൾ SPCസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകളുടെ പുസ്തകങ്ങളുണ്ടോ? എഴുത്ത് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ആബ്സെൻസ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയും ശൂന്യത തന്നെയാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു എഴുത്തുകാരി എന്ന നിലയിൽ മാത്രമേ അവരില്ലാത്തതുള്ളൂ. വായനയിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മളുടെ സമാന്തര മാസികകളിലൊക്കെ ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ സമയത്തൊക്കെ ധാരാളം സ്ത്രീകൾ മാസികകളിലൊക്കെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സംസ്കാരം മലയാളത്തിലുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണില്ല. അതിൻ്റെ ഒരു ആൻസർ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമ്മുടെ സംസ്കാരത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിനോടെയാണ് നമ്മൾ അതിന് ചേർത്ത് വയ്ക്കേണ്ടത്. പക്ഷേ ഒരു അനുവദിച്ച സമയം നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി ഓഡിയൻസിലേക്ക് പോവാം. നിങ്ങളുടെ സംശയങ്ങൾ, ചോദ്യങ്ങൾ, മറ്റ് കൂട്ടിച്ചേർക്കലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. നമ്മൾ പുസ്തകം മരിക്കുന്നു എന്ന് പറയും, വായന മരിക്കുന്നു എന്ന് പറയും. രണ്ടും മരിക്കുന്നില്ല. പക്ഷേ പുസ്തകങ്ങളിൽ നിന്നും മാറുന്നുണ്ടോ വായന എന്നൊരു സംശയം വരുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ ഉദാഹരണം ഈ മറ്റേ ഹ്യൂഗോ അവാർഡ് കിട്ടിയ സയൻസ് ഫിക്ഷൻ നോവലായിട്ടുള്ള ദ മാർഷ്യൻ എന്നുള്ള നോവൽ പബ്ലിഷ് ചെയ്യാൻ ആളെ കിട്ടാതെ അങ്ങേര് സ്വന്തം ബ്ലോഗിൽ പബ്ലിഷ് ചെയ്തിട്ട് പിന്നെ അവാർഡ് കിട്ടിയത് പുസ്തകമായിട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ, ബ്ലോഗ്, അങ്ങനെയൊക്കെ ഒരുപാട് അത് വായിക്കുന്ന ആൾക്കാരുണ്ട്. പലരും സ്വന്തം കാര്യങ്ങൾ വ്ളോഗായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇനി പുസ്തക പ്രസാധന സ്വഭാവം തന്നെ മാറുമോ എന്നൊരു ചോദ്യം എത്രമാത്രം സംഗതം എന്നറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. അല്ല, സാറ് പറഞ്ഞത് ആദ്യത്തെ ഇത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല കേട്ടോ. പുസ്തകം മരിച്ചു അല്ലെങ്കിൽ മരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഭാവി ഉണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് അതിന് വേറെ രീതിയിൽ അതിനൊരു ഉത്തരം നൽകാമെന്ന് വിചാരിക്കും. പക്ഷേ പ്രസാധനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തന്നെ ഇപ്പോൾ യൂറോപ്പിനെ കേന്ദ്രീകരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും കൂടി പുസ്തകം അതിന് ജീവിക്കുന്നുണ്ട്. പുസ്തകങ്ങളുടെ ജീവിതം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കൂടി ഇരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ച് സാറിനോട് തർക്കമല്ല. പുസ്തകങ്ങളുടെ ജീവിതം ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ കൂടിച്ചേരുന്നത്?
ആ നമ്മളൊരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമധ്യാന്തങ്ങളിലൊരു സാധനമാണ് ഫിസിക്കൽ പുസ്തകം. നമുക്ക് ഡീറ്റെയിൽ പുസ്തകത്തിൽ വേണമെങ്കിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കാം, എഴുത്തിൻ്റെ രീതി തന്നെ മാറ്റാം. അപ്പോൾ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനൊരു ചാപ്റ്റർ അവിടെ തുറന്നു വരുന്നു. അതൊരു പുസ്തകമാണ്, പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുള്ള പ്രസാധനം ചെയ്യപ്പെടുന്നൊരു പുസ്തകമല്ല. അതായത് എൻ്റെ ഒരു വായനയുടെ രീതിയും നമ്മൾ അല്ല, അത് സാർ പറഞ്ഞത് ശരിയാ, വായനയുടെ അനുഭവം മാറുന്നുണ്ട്. പ്രസാധനം എന്നുള്ള രീതിയിൽ അത് പ്രസാധനം എന്നുള്ള സാധനത്തിൻ്റെ രൂപം തന്നെ മാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ബ്ലോഗ് ഉണ്ടാക്കിയൊരു പ്രസാധകനായിട്ട് മാറാം എൻ്റെ പുസ്തകങ്ങൾ എഴുതാനായിട്ട്. അല്ല, ഞാൻ സാറിൻ്റെ പോയിന്റ് അംഗീകരിച്ചു, പക്ഷെ വായനയുടെ അനുഭവം മാറുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ അനുഭവം മാറുന്നതിൻ്റെ തലമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പുതിയ പ്രസാധകർ വരുന്നുണ്ട്, വലിയ കച്ചവടപരമായിട്ട് വാണിജ്യപരമായിട്ട് നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അനുഭൂതി ചരിത്രത്തെ, പുസ്തകങ്ങളുടെ ഒരു ചരിത്രത്തെ, അതിൻ്റെ അനുഭൂതി ചരിത്രത്തെ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക എന്ന് മാഷ് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ വിറ്റ് പോകുന്ന പുസ്തകങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രസാധകർ ഈ രണ്ട് തരത്തിലുള്ള പ്രസാധകർ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഒന്ന്, ഈ നമ്മളുടെ അനുഭവങ്ങളെ അല്ലെങ്കിൽ അനുഭൂതികളെ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങളുടെ വായനയ്ക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ എന്താ, നിങ്ങളുടെ ടേസ്റ്റിന് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന പ്രസാധകർ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഭൂരിഭാഗം പ്രസാധകരും ഒരു പാറ്റേൺസിൻ്റെ ഉള്ളിലാണ്. എന്താണ് വായനക്കാരൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റിൻ്റെ അനുസരിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു രൂപമാണ്. മറ്റൊന്ന്, സമാന്തര പ്രസാധകർ അങ്ങനെയല്ല ചെയ്തത്. നിങ്ങളുടെ ഒരു അഭിരുചി ഉണ്ടാക്കുകയാണ്, ഒരു പുതിയ ക്രിയേഷനിലൂടെ അല്ലെങ്കിൽ പുതിയ ഒരു ഇതിലൂടെ ഒരു അഭിരുചി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അഭിരുചി മേക്കേഴ്സാണ് അവർ. നമ്മൾ പക്ഷേ ഒരു പാറ്റേൺസിനെ ഫോളോ ചെയ്യുന്നവരാണ്. ഈ പാറ്റേൺസ് ഫോളോ ചെയ്യുന്ന പ്രസാധകർക്കാണ് മലയാളത്തിൽ നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഓർമ്മകളുടെ എഴുത്ത്, അനുഭവങ്ങളുടെ എഴുത്ത്, ചെറിയ ചെറിയ എഴുത്ത്, ഒരു ഗഹനമായിട്ട് റീഡിങ് അല്ലെങ്കിൽ ഒരു വൈജ്ഞാനിക പുസ്തകങ്ങളുടെ റീഡിങ്ങിനൊക്കെ മലയാളി അത് ഇത്രയും ഇടപെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഇനി ഇതിനൊന്നും നമുക്ക് കണക്കുകളിലൂടെ ഒന്നും കണ്ടെത്താൻ പറ്റില്ലല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എന്തായാലും മലയാള പുസ്തകങ്ങൾ അതിൻ്റെ ഒരു ചരിത്ര ജീവിതം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. നമുക്ക് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഇടവരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു.